को हम अपने हाथ उठाकर हम लोग सब लोग उनको वंदन करें। प्रभु का दास, हम आपको स्वागत करते हैं। കർത്താവിന്റെ ദാസനെ ഞങ്ങൾ ഈ മീറ്റിംഗിലേക്ക് അവിടുത്തെ സ്വാഗതം ചെയ്യുന്നു. മുന്നോട്ടുള്ള സമയം മുഴുവനും അവിടത്തേക്ക് തരുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. प्रभु यीशु मसीह की पवित्र नाम को महिमा मिलने पाए. ചില മാസങ്ങൾക്ക് മുൻപ് ഒരു പ്രാവശ്യം ഈ കൂട്ടായ്മയിൽ കടന്നു വരുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. कुछ महीना पहले आपके बीच में प्रभु की वचन को बांटने के लिए प्रभु ने मुझे अवसर दिया. വീണ്ടും ഇപ്രകാരം ഒരു ദിവസം കർത്താവ് ഒരുക്കി തന്നതിനായി ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. आज एक बार और आपके बीच में ये वचन को बांटने के लिए प्रभु ने अवसर दिया. मैं प्रभु को धन्यवाद करता हूं. ഇന്ന് രാത്രിയിൽ ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ശിവു പാസ്റ്ററെ കുടുംബം, സഭയിലെ എല്ലാ വിശ്വാസി മക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. आज जो मेरे साथ संगति में बैठा हुआ हरेक प्रभु का दासों को और विश्वासियों को मेरा प्रेम भरा धन्यवाद और वंदन देता हूं. ഇന്ന് രാത്രിയിലും എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവമക്കളെ, എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടെ കൂടെ ആയിരിക്കണം. आज रात को मुझे ध्यान देने वाला हरेक लोग प्रार्थना के साथ बैठने के लिए मैं आपसे विनती करता हूं. നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ കൂടെ ആയിരിക്കുന്നെങ്കിൽ നിശ്ചയമായും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാനിടയായി തീരും. अगर हम प्रार्थना के साथ प्रभु की चरणों में बैठेगा तो परमेश्वर हमसे बात करेगा. ഞാൻ കേരളത്തിന്റെ ഒരു സ്ഥലത്തിരുന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ല, പക്ഷെ എന്നെയും നിങ്ങളെയും അറിയുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം എല്ലാവരും. हम केरल की एक कोने से आपकी प्रचार करते हैं, आप दूसरी कोने में, इन भारत की दूसरी कोने में बैठे हुए. हम दोनों आपस में नहीं जानता है, लेकिन हम दोनों को एक साथ जानने वाला सर्वशक्तिमान परमेश्वर की उपस्थिति में है हम लोग. കർത്താവിന്റെ ഒരു പ്രത്യേകത, എല്ലാ പ്രിയപ്പെട്ടവരുടെയും വേദനകളും അവരുടെ സന്തോഷവും അവരുടെ ആവശ്യങ്ങളും ദൈവം അറിയുന്നു. परमेश्वर का और हमारे प्रभु का सबसे बड़ा खासियत है, उन्होंने पूरी जगत की लोगों की, हरेक लोगों की जरूरत को, सब चीजों को वो एक एक करके जानता है. അതിന്റെ ഒരു പ്രത്യേകത, നാം വിളിക്കുന്ന, നാം സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ദൈവം ജീവനുള്ള ദൈവം. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. इसका मतलब है हमारा परमेश्वर जीवित खुदा है और वो प्रभु जीवित हैं, वो आज भी जीवित हैं. നാം ചെയ്യേണ്ട കാര്യം ഒന്ന് മാത്രം, നമ്മുടെ കർത്താവിനെ അറിഞ്ഞ ആ കാലത്തുള്ളതായ സ്നേഹം ഇന്നും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുണ്ടായിരിക്കണം. हम लोगों को सिर्फ इतना होना जरूरी है, हम लोग जो प्रेम हमारे अंदर जब प्रभु में पहली बार आने के समय पर जो था वो आज भी होना जरूरी है. ഞാനും നിങ്ങളും എല്ലാവരും ഒരിക്കലല്ലെങ്കിൽ കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുൻപ്, അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്നതിന് മുൻപ്, പല മനുഷ്യരും ഉണ്ടാക്കിയതായ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ആ വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തവരാണ്. हम लोग सब कुछ समय पहले मूर्तियों को जो हम लोग बनाने के बाद उसकी उपासना करते थे और हम उनको आज छोड़कर प्रभु के जीवित खुदा के पास आया है. ആ കഴിഞ്ഞ കാലത്തെ കുറിച്ച് നാം നോക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ അറിയാം, അന്നത്തെ ആ സാഹചര്യവും ഇന്ന് നാം യഥാർത്ഥ ദൈവത്തെ അറിഞ്ഞപ്പോഴുള്ളതായ സാഹചര്യത്തെയും നമുക്ക് യഥാർത്ഥമായി തിരിച്ചറിയാൻ കഴിയും. हालेलुया. हम लोग जो उस समय जब प्रभु में नहीं होते थे, उस समय का जो अवस्था और आज की अवस्था को हम अच्छी से जानते हैं. നമ്മുടെ കർത്താവിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ ഏത് വേദനപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലും നമ്മുടെ ദൈവം നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. हमारा परमेश्वर प्रभु का सबसे बड़ा खासियत है, आपकी जीवन की कोई भी विषय हो, दुखित बात में हो, प्रभु आपके लिए उधर आते हैं. നമ്മുടെ വലുതോ ചെറുതോ ആയ ഏത് വിഷയമായാലും നമ്മുടെ ദൈവത്തിന് അതൊരു പ്രശ്നമേ അല്ല. हमारा परमेश्वर के लिए चाहे छोटे बात हो चाहे बड़े बात हो, कुछ भी कोई हालेलुया बड़े कार्य नहीं है.
ഞാൻ എന്റെ ചെറിയൊരു സാക്ഷ്യം പറഞ്ഞതിൽ കഴിഞ്ഞ ദിവസം മെനഞ്ഞാന്ന് നടന്നതായ ഒരു സാക്ഷ്യം പറഞ്ഞിട്ട് ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കാനായിട്ട് ആഗ്രഹിക്കുക. मैं एक छोटे से गवाही आपको बोलकर मैं आगे सेवकाई करना चाहता हूँ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ 21 ദിവസത്തെ ഉപവാസത്തിലായിരുന്നു. അത് ഈ കഴിഞ്ഞ സൺഡേയിൽ തീർന്നു. मैं 21 दिन का उपवास में होता था. अभी यही रविवार को वो खत्म हुआ. അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് പോകാൻ വേണ്ടി എന്റെ ചർച്ചിൽ നിന്ന് യാത്ര തിരിച്ചു. मैं उसके बाद मेरी होम टाउन को जाने के लिए, घर की ओर जाने के लिए मैं यात्रा शुरू किया. ഞാനൊരു ട്രെയിനിൽ ടിക്കറ്റ് റിസർവേഷൻ ചെയ്തു. പക്ഷെ ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്റെ ഒരു സ്നേഹിതന്റെ കാറിൽ യാത്ര ചെയ്തു. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ സ്റ്റേഷനിൽ ചെന്നത് ആ വണ്ടി മിസ്സായി പോയി. मैं 10 मिनट लेट हो गया रेलवे स्टेशन पहुंचने में. എന്റെ കൂടെ എന്നെ കാറിൽ കൊണ്ടുപോയ ആ വ്യക്തികൾക്ക് വളരെ വിഷമമുണ്ടായി. കാരണം എന്റെ വണ്ടി മിസ്സായതിൽ. जिन्होंने मुझे अपना गाड़ी पर लेके गए थे उस व्यक्ति को भी बहुत दुख हुआ कि मेरी गाड़ी जो ट्रेन छूट गया. ഇപ്പോൾ കേരളത്തിൽ ട്രെയിനിൽ സഞ്ചരിക്കണമെങ്കിൽ മുൻപേ റിസർവേഷൻ ചെയ്ത ടിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇല്ലാതെ ട്രെയിനിൽ കയറാൻ കഴിയത്തില്ല. आजकल केरल में सबसे बड़ी प्रॉब्लम है, जब तक आप रिजर्वेशन नहीं बनाओगे आपको गाड़ी पर नहीं यात्रा कर सकता. പക്ഷേ എന്നെ സ്റ്റേഷനിലേക്ക് കാറിനകത്ത് കൊണ്ടുപോയ ആ ഫാമിലി എന്റെ അടുത്ത് പറഞ്ഞു, വളരെ വിഷമത്തോട് പറഞ്ഞു, പാസ്റ്റർ വണ്ടി മിസ്സായി പോയല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര വിഷമം പറഞ്ഞു. जिन्होंने मुझे गाड़ी पर ले गया वो परिवार मेरे ऊपर बहुत दुख हुआ. वो साहब आपका गाड़ी मिस हो गया, अभी क्या करेगा. ഞാൻ അവരോട് ഇപ്രകാരം പറയാനിടയായി തീർന്നു, നിങ്ങൾ ഭാരപ്പെടണ്ട. എന്റെ ദൈവത്തിന് ഞാൻ ആ വണ്ടിയിൽ പോകുന്നത് ഇഷ്ടമാണെങ്കിൽ ആ വണ്ടി എനിക്ക് കിട്ടും. ഇല്ലെങ്കിൽ എന്റെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട നിലയിൽ ഞാൻ യാത്ര ചെയ്യും. उनको मैंने बोला अगर मेरा परमेश्वर चाहता है उस गाड़ी पर मेरा यात्रा होना वो तो पक्का होगा. अगर मेरे पापा नहीं चाहते मैं उस गाड़ी पर जाओ फिर तो मेरी यात्रा उस गाड़ी पर नहीं होगा. आपको चिंता करने की जरूरत नहीं है. ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ ചോദിച്ച സമയം അടുത്ത ട്രെയിൻ വൈകുന്നേരത്തെ 5:20 മാത്രമേ ഉള്ളൂ. और मैंने वो रेलवे स्टेशन में पूछा आगे का गाड़ी कितने बजे होगा. उन्होंने बोला शाम को होगा बोला. എനിക്ക് വളരെ നേരത്തെ നാട്ടിലെത്തുകയും ചെയ്യണം. मुझे थोड़ा 4-5 घंटे का रास्ता है लेकिन वो रात हो जाएगा, लेकिन मुझे बहुत जल्दी घर पहुंचना भी जरूरी है. അപ്പൊ ഞാൻ ചിന്തിച്ച അടുത്തത് ഇനി ബസ്സിനകത്ത് യാത്ര ചെയ്യാമെന്നുള്ള ചിന്തയോടുകൂടി ബസ് സ്റ്റാൻഡിലേക്ക് നടക്കാൻ തുടങ്ങി. मैं आगे फिर बस में यात्रा करने के लिए बस स्टैंड की ओर चला गया. ആ നടക്കുന്ന സമയത്ത് ഒരു ട്രെയിൻ വരുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ നോക്കിയപ്പം ന്യൂഡൽഹി ടു ട്രിവാൻഡ്രം എന്ന് അതിൽ എഴുതി വെച്ചിരിക്കുക. हालेलुया. जब मैंने देखा एक ट्रेन उसी समय जैसे मैं बस स्टैंड की ओर मुड़ रहा था तभी एक ट्रेन उस रेलवे का एक फाटक में आया. तब मैं देखा तो वो नई दिल्ली से त्रिवेंद्रम जाने वाला ट्रेन था. എന്റെ ഉള്ളിൽ ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നിയ ഈ ട്രെയിനകത്ത് കയറാൻ. मेरे अंदर उसी टाइम किसी ने बोला इस ट्रेन के अंदर घुस जाओ. ഞാൻ ആ ട്രെയിനിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ ട്രെയിനകത്ത് നിന്നൊരു പോലീസുകാരനോട് ചോദിച്ചു, ഈ ട്രെയിനിന്റെ TTR എവിടെയാ ഇരിക്കുന്നതെന്ന്. मैंने वो उसके अंदर एक पुलिस वाला होता था ट्रेन के अंदर. मैं उससे पूछा ये टिकट देने वाला कहाँ बैठा है, ट्रेन के अंदर जो टिकट चेक करने वाला कहाँ बैठा है पूछा. അദ്ദേഹം പോലീസുകാരനോട് പറഞ്ഞ് ആ ഫസ്റ്റ് AC-ക്കകത്ത് TT ഉണ്ടെന്ന് പറയാനിടയായി. वो उन्होंने बोला जो दूसरा जो बोगी है उस पर बैठा होगा वो. ഞാൻ വേഗത്തിൽ ആ ട്രെയിനിൽ കയറി ആ TTR-നെ കാണാനായി ചെന്ന സമയം ആ TTR എന്റെ ഏറ്റവും അടുത്തൊരു ബന്ധുവായിരുന്നു. जब मैंने वो देखने गया जो रेलवे का जो टिकट चेक करने वाला को मिलने गया तो मैं दूर से देखा तो पता चला ये मेरा एक खास आत्मा है, मेरा एक रिलेशन में आने वाला लड़का है, समझ गया. ആ ട്രെയിനിൽ എനിക്ക് പോകേണ്ടുന്ന ആ സ്റ്റേഷൻ വരെയും നല്ലതുപോലെ സെക്കൻഡ് AC കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുവാനുള്ള സാഹചര്യം എന്റെ ദൈവം ഒരുക്കി തന്നു. मुझे उसी गाड़ी पर AC के अंदर AC के अंदर यात्रा करने का मौका उन्होंने दिलाया. അപ്പം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ ആ വിഷയത്തെ ഓർത്ത് ഭാരപ്പെട്ടില്ല. ഞാൻ എന്റെ ദൈവത്തെ കുറ്റം പറഞ്ഞില്ല. പക്ഷെ എന്റെ ദൈവം അടുത്തതായിട്ട് എനിക്ക് അത്ഭുതത്തിന്റെ ഒരു വഴി തുറന്നു തരാനിടയായി. जब मैंने बहुत जल्दीबाजी में यात्रा करके मैं गाड़ी को पकड़ने के लिए आया लेकिन मेरी गाड़ी छूट गई, लेकिन मैं प्रभु को कुछ बोला नहीं.
मैं परमेश्वर से मैं ना बड़ा दुख हुआ, ना मैंने कोई कुड़कुड़ापन नहीं किया, मैं प्रभु को धन्यवाद किया, प्रभु जी आपकी मर्जी हो करके बोला। लेकिन देखो प्रभु ने मेरे ऊपर दया कर कर एक अच्छे से गाड़ी पर यात्रा करने का मुझे अवसर दिया। അപ്പോ എന്നെ കേൾക്ക ദൈവമക്കളെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ചെറുതോ വലുതോ ആയ ഏത് വിഷയത്തെയും അറിയുന്ന ഒരു ദൈവത്തെ നാം സേവിക്കുന്നത്, ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ പൂർണ്ണമായി സമർപ്പിച്ചാൽ ആ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. हालेलुया। आज मैं आपको यह बताना चाहता हूं, अगर आपकी जीवन में बात किससे छोटा हो या बड़ा हो, आप पूर्ण रूप से भरोसा परमेश्वर पर रखिए, प्रभु देखना आपकी मदद करेगा। പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ നമ്മുടെ ദൈവത്തിന് നമുക്കൊരു സ്തോത്രം ചെയ്യാം. अपने हाथ उड़ाकर विश्वास के द्वारा हम परमेश्वर को एक बार धन्यवाद करेंगे। പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലത്തെ ചിന്തയ്ക്കായി ഒരു വചനം നമുക്ക് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ 4-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ 7-ാമത്തെ വാക്യം. ओके, पढ़िए। ഫിലിപ്പിയ ലേഖനം 4-ന്റെ 6-7. किसी भी बात की चिंता मत करो, परंतु हर एक बात में तुम्हारे निवेदन, प्रार्थना और विनती के द्वारा धन्यवाद के साथ परमेश्वर के सम्मुख उपस्थित किए जाए, तब परमेश्वर की शांति जो सारी समझ से परे है, तुम्हारे हृदय और तुम्हारे विचारों को मसीह यीशु में सुरक्षित रखेगी। आमीन। ഇന്ന് രാത്രിത്തെ ഈ മീറ്റിങ്ങിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഈ വചനം സംസാരിക്കാനാണ് എന്നോട് പറഞ്ഞത്. आज रात की मीटिंग के लिए जब प्रभु के सामने जब हालेलुया प्रार्थना किया तो प्रभु ने मेरे को यही वचन दिया। ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു, എന്നെ കേൾക്കുന്ന ഏതൊക്കെയോ കുടുംബങ്ങളിൽ ഭാരങ്ങളും പ്രയാസങ്ങളും അല്ലെങ്കിൽ നാളെയെ കുറിച്ചുള്ളതായ ചിന്തകളുമായി ഭാരപ്പെടുന്നവരുണ്ട്. आज प्रभु मुझे अगुवाई कर रहा है कि ये बताने के लिए मुझे सुनने वाला कुछ परिवार में कल के बारे में बहुत चिंता करते हुए किस तरीके से मेरा घर चलेगा, मेरा इस बात में क्या होगा करके परेशानी में बैठा हुआ कुछ लोग है करके प्रभु की आत्मा मुझे बता रहा है। നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പുസ്തകം എഴുതിയ അല്ലെങ്കിൽ ഈ വചനം എഴുതിയ അപ്പോസ്തലനായ പൗലോസ് ഇത് എഴുതുന്ന സമയത്ത് റോമൻ കാരാഗ്രഹത്തിന്റെ അല്ലെങ്കിൽ റോമൻ ജയിലിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ഈ പുസ്തകം എഴുതുന്നത്. प्रेरित पौलुस ये जो पत्री कलीसिया को लिखते वक्त वो कारागृह में बंदी गृह में बंधा हुआ व्यक्ति था। അപ്പൊ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ടെന്നാ പറയുന്നത്. वो बंदी गृह में रहते हुए वो बंदा दूसरी कलीसिया को बता रहा है कि आप किसी बात की चिंता मत करो। അപ്പൊ ശ്രദ്ധിച്ചു നോക്കിയേ, കാരാഗ്രഹത്തിന്റെ അകത്ത് കിടക്കുന്ന പൗലോസ് ഈ ലേഖനം എഴുതണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന് ദൈവത്തിലുള്ള അല്ലെങ്കിൽ യേശുവിനുള്ള വിശ്വാസം എത്രത്തോളം വലുതാ. जब वो बंदी गृह में हुआ एक व्यक्ति दूसरे को बता रहा है, कलीसिया को बता रहा है यीशु मसीह पर भरोसा करते हुए तुम किसी बात की चिंता मत करो करके अगर ऐसा बोलना है तो उनके अंदर का विश्वास कितना बड़ा होगा ये हमको सोचना जरूरी है। ഇന്ന് രാത്രിയിലെ കേൾക്കുന്ന ദൈവമക്കളെ, പൗലോസ് പറഞ്ഞ നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. प्रभु का दास बोला तुम किसी बात का चिंता नहीं करना, लेकिन एक बात तुम्हारा निवेदन, प्रार्थना और विनती के द्वारा धन्यवाद के साथ परमेश्वर के सम्मुख देना है। എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും എല്ലാം കടന്നു വരും. നമ്മുടെ ജീവിതത്തിൽ വേദന കടന്നു വരും, നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് കടന്നു വരും. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസിന് കൊടുത്തിരിക്കുന്ന തിരുവചനം, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട. हमारे जीवन में दुखित बात, परेशानी बात और जो अलग अलग जो मुसीबतें हैं जो इस मनुष्य का जीवन में जब हम जीते हैं आ सकता है, आते हैं, लेकिन प्रभु का दास हमको बता रहा है कि आप देखो किसी बात की चिंता ना कीजिए।
എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം ദൈവവചനം പഠിക്കുമ്പോൾ ദൈവവചനത്തിൽ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ഏതെങ്കിലും വിഗ്രഹത്തിനകത്തല്ല വസിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യനുണ്ടാക്കിയ ഏതെങ്കിലും ഒരു സ്ഥലത്തല്ല വസിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു വസിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. प्रभु की वचन जब हम पढ़ते हैं उस तरीके के लिखा है, परमेश्वर जो वास करने वाला जगह मनुष्य बनाए हुए कोई चीज में या कोई मंदिर में या कोई चर्च में नहीं है, कोई बिल्डिंग में नहीं है, लेकिन कोई इमारत में नहीं है, लेकिन प्रभु वास करता है परमेश्वर बनाया हुआ जगह पर, वो है हमारा मन। അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഉള്ളിൽ കർത്താവ് വസിക്കുമ്പോൾ നാം വളരെ വേദനയോടെ അല്ലെങ്കിൽ നാം വളരെ ബുദ്ധിമുട്ടോടെ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ വിചാരപ്പെട്ടുകൊണ്ടിരിക്കാതെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടേതായ സകല വിഷയങ്ങളെയും സമർപ്പിക്കുമ്പോൾ നിശ്ചയമായും ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാനിടയായി തീരും. जब हमारे जीवन में उस तरीके के मनुष्य शरीर में रहते वक्त अलग अलग बात जब होते हैं, उसको विचार करते हुए हम बैठना नहीं, लेकिन हम उस बात को प्रार्थना और निवेदन और विनती धन्यवाद के साथ हम प्रभु को बोलते रहिए. देखना तुरंत आप जो विषय को सामना कर रहे हो उस पे आपको उत्तर दिया जाएगा. അപ്പൊ ശ്രദ്ധിക്കണം, ഇവിടെ മറ്റൊരു ഭാഗത്ത് ദൈവവചനത്തിൽ 1 പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എങ്ങനെ പറയുന്നു, നിർമ്മതരായിരിപ്പിൻ ഉണർന്നിരിപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടി എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. पहला पत्रोस 5 अध्याय उसका 8वां वचन में हम इस तरीके से पढ़ते हैं, सचेत हो और जागते रहो, क्योंकि तुम्हारा विरोधी शैतान गरजने वाले सिंह के समान इस खोज में रहता है कि किसको फाड़ खाए. आमीन. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പിശാച് നന്മ തരത്തില്ല. हम हमेशा ध्यान करना है, शैतान कभी भी आपकी जीवन की भलाई को नहीं चाहता है. അപ്പൊ ഇവിടെ പറഞ്ഞ നിങ്ങൾ എന്ത് ചെയ്യണം, നിർമ്മതരായി ഇരിക്കണം, ഉണർന്നിരിക്കണം. हालेलुया. उस हमको प्रभु चेतावनी दे रहा है, हम सचेत भी रहना है, जागते भी रहना है. നാം ഇവിടെ പറഞ്ഞ നിർമ്മതരായി ഇരിക്കണം, നമ്മൾ ആത്മനിയന്ത്രണമുള്ളവരായിരിക്കണം. सचेत का मतलब है हम पवित्र आत्मा की पूर्ण नियंत्रण में होने वाला लोग होना चाहिए. ഇവിടെ ഉണർന്നിരിക്കുവാൻ വേണ്ടി പറയുന്നു, നമ്മൾ പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കണം. हम जागते रहो बोलने का मतलब आप सो नहीं करके नहीं, आप प्रार्थना करते रहो करके मतलब है. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദനെ പിശാചിന് തൊടാൻ കഴിയത്തില്ല. जो व्यक्ति लगातार प्रार्थना करते हो उस व्यक्ति को कभी शैतान छू नहीं सकता. അപ്പൊ ശ്രദ്ധിക്കണം, അവിടെ 7-ാമത്തെ വാക്യം പറയുന്നത് 5-ന്റെ 7-ൽ 1 പത്രോസ് 5-ന്റെ 7-ൽ പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. उसका जो 7वां वचन में इस तरीके का लिखा है, अपनी सारी चिंता उस पर डाल दो क्योंकि उसको तुम्हारा ध्यान है. അപ്പൊ ഇവിടെ കർത്താവിന്റെ ദാസന്റെ പത്രോസ് പറയുന്നത്, യേശു നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമായതുകൊണ്ട് നമ്മുടെ എല്ലാ ചിന്തകളും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമ്മളെ കരുതുന്ന ആ യേശുവിന്റെ കയ്യിലേക്ക് നമ്മൾ കൊടുക്കണം. यहाँ प्रभु का दास बोलता है, हम लोगों को ऊपर बहुत ध्यान देने वाला परमेश्वर है, इसलिए हमारी जीवन की हर चिंताएं हर बातें उस पर हम दे देना जरूरी है. അപ്പൊ പലപ്പോഴും നാം ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ ഭാരങ്ങളും പ്രയാസങ്ങളും നമ്മൾ തന്നെ ചുമക്കുകയാണ്. कभी कभी हम लोग क्या करता है, जब हमारे जीवन में कोई बात आते हो, कोई बोझ आते हो, हम लोग वो प्रभु के सामने नहीं रखते हो, गिड़गिड़ाते नहीं हो, प्रार्थना नहीं करते हो, याचना नहीं करते हो, हम लोग खुद का सामना करना कोशिश करता है. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന എന്റെ വാത്സല്യ സഹോദരങ്ങളോട് കർത്താവിൽ കൂടെ എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രശ്നമായിക്കോട്ടെ, ഏത് വിഷയങ്ങളായിക്കോട്ടെ, അത് നിങ്ങൾക്ക് പൂർണ്ണമായി ദൈവത്തിന്റെ കൈകളിലേക്ക് കൊടുക്കുവാൻ സാധിക്കുമോ? आज रात को मैं आपको मेरे सुनने वाला हर एक आशीषों से मैं ये विनती करता हूं, मेरे प्यारो, आपके जीवन में कोई भी बात हो, आप पूर्ण रूप से अगर प्रभु को हर देने के लिए आपके अंदर मन होना जरूरी है. ഇന്ന് രാത്രിയിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെതായ ഭാരങ്ങളും പ്രയാസങ്ങളും
വേദനകളും ദൈവത്തിന്റെ കൈകളിലേക്ക് നിശ്ചയമായും നാം കൊടുക്കുന്നെങ്കിൽ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനിടയായി തീരും. आज रात को मैं आपको बाइबल का परमेश्वर की पवित्र वचन के द्वारा मैं भरोसा दिलाना चाहता हूं. अगर आपकी जीवन की विचार की बात, आपकी परेशानी की बात, आपकी मुश्किल की बात अगर आप पूर्ण रूप से प्रभु की चरणों में, प्रभु की उपस्थिति में रखने के लिए अगर आप तैयार है तो आज रात को आपका छुटकारे का दिन है. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും അത് ദൈവത്തിന്റെ കൈകളിലേക്ക് കൊടുക്കണം. आज रात को ये वचन सुनने वाला हर एक लोगों को मैं विनती करता हूं, आपकी परेशानी कुछ भी हो, छोटी बात हो या बड़ी बात हो, आप अपने आप को प्रभु की साथ चरणों में रखिए. पिताजी मेरी ये बात, उस पर दया करो, दया करो, दया करो और धन्यवाद करते रहो. आप देखना प्रभु उसके ऊपर अद्भुत कार्य करते हुए देखेगा. ഇന്ന് രാത്രിയിൽ മറ്റൊരു വിഷയത്തെ ഞാൻ പറയാം. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ ലാസർ ദീനമായി കിടന്നപ്പോൾ ലാസറിന്റെ സഹോദരിമാർ കർത്താവായ യേശുക്രിസ്തുവിനെ അറിയിക്കുവാനിടയായി. हम देखे हैं लाजर जब बीमार होते थे, यूहन्ना सुसमाचार 11 अध्याय में, तब उनकी दोनों बहन मार्था और मरियम यीशु मसीह को समाचार भेजा, आपका दोस्त हमारा भाई बीमार है करके उनको समाचार भेजे थे. പക്ഷേ യേശു കർത്താവ് അത് അറിഞ്ഞിട്ടും യേശു ലാസറിന്റെ വീട്ടിലേക്ക് പോയില്ല. यीशु मसीह उसको उस समाचार को सुनने के बाद भी जहां वो थे वहां और 2 दिन रुककर आया. യേശു ക്രിസ്തു ലാസറിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന അതേ ആ സമയത്ത് ലാസർ മരിച്ചിട്ട് 4-ാമത്തെ ദിവസമാണ് യേശു ആ വീട്ടിലേക്ക് എത്തുന്നത്. हम देखे हैं यीशु मसीह वो लाजर मृत्यु होने के बाद 4था दिन यीशु मसीह उस घर में आया. ആ സമയം യേശുവിന്റെ അടുത്ത് മാർത്തയും മറിയയും പറയാ, കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ ലാസർ മരിക്കുകയില്ലായിരുന്നു. यहां जब यीशु मसीह वहां जब आया तब यीशु मसीह से उनकी 2 बहनों कह रहा है, पिताजी अगर आप यहां होने से मेरा भाई नहीं मरता. അപ്പൊ ശ്രദ്ധിക്കണം, ഇപ്പോൾ യേശു വന്നിരിക്കുന്നത് ദീനമായി കിടക്കുന്ന ലാസറിന്റെ വീട്ടിലല്ല, മരിച്ചിട്ട് അടക്കി 4 ദിവസം വീട്ടിലെ യേശു വന്നിരിക്കുന്നത്. हम देख सकता है अभी जो प्रभु आया घर, जो बीमार व्यक्ति का घर नहीं, मरा हुआ व्यक्ति का घर में है, वो भी मरकर 4 दिन हो गया. പക്ഷെ യേശുവിന്റെ അടുക്കലേക്ക് അവർ പറയാ, കർത്താവെ ഞങ്ങളുടെ സഹോദരൻ മരിച്ചു 4 ദിവസമായി, ഇപ്പോൾ നാറ്റവും വെച്ചു. उस समय यीशु मसीह को वो बहन लोग कह रहा है, प्रभु जी अब देखो ये हमारी भाई मर गया तो सही, अभी 4 दिन हो गए, उसको बदबू भी आने लगा. അപ്പോൾ ശ്രദ്ധിക്കണം, കർത്താവ് പറയാ, നിന്റെ സഹോദരൻ ലാസർ അവൻ ഉയർത്തെഴുന്നേൽക്കും. तब यीशु मसीह उनसे बोलते हैं, तुम्हारा भाई पक्का जी उठेगा. അപ്പോൾ അവർ തിരിച്ചു പറയാ, കർത്താവെ നീ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് നടക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. तब उनकी बहन लोग यीशु मसीह को उत्तर दे रहा है, प्रभु जी आप परमेश्वर है, आप जो कुछ बोलेगा उस जैसा ही होगा. അവിടെ കാണുന്ന അടുത്തതായി യേശു കർത്താവ് ലാസർ മരിച്ച കല്ലറ എവിടെയെന്ന് ചോദിക്കുക. उसके बाद यीशु मसीह उनसे पूछते हैं, लाजर को दफनाई कहाँ हुआ है. അപ്പോൾ യേശു പറയ, ലാസർ ഉയർക്കുന്നു പറഞ്ഞപ്പോൾ വിശ്വാസത്തോടെ മുൻപ് പറഞ്ഞതായ ലാസറിന്റെ സഹോദരി വീണ്ടും യേശുവിനോട് പറയുക, കർത്താവെ ഞാനത് വിശ്വസിക്കുന്നു, പക്ഷെ അത് ഒടുക്കത്തെ പുനരുത്ഥാനത്തിലാണ് ലാസർ ഉയർക്കുന്നത്. जब ये लोग बोले यीशु मसीह हमारी भाई पक्का जी उठेगा करके विश्वास करते हैं, लेकिन हम ये विश्वास करते हैं एक पुनरुत्थान होगा जब आपकी आगमन में, उसी दिन होगा करके हम विश्वास करते हैं. അപ്പൊ അവിടെ വിശ്വാസികളായിരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഇവർ നേരത്തെ പറഞ്ഞത്, കർത്താവെ നീ എന്ത് പറഞ്ഞാലും സംഭവിക്കുമെന്ന് പറഞ്ഞു. वहां हम ये ध्यान देना है, ये लड़की लोगों ने बोला, मार्था और मरियम बोला, पहले बोला प्रभु जी तुम जो मुंह से कहेगा वो होगा. പക്ഷെ യേശു ഉയർക്കുന്നു പറഞ്ഞപ്പോൾ വേഗത്തിൽ അവർ പറയാ, അത് ഒടുക്കത്തെ പുനരുത്ഥാനത്തിലാണ്. तब यीशु मसीह ने बोला वो जी उठेगा करके जब बोला तो
ये बहन लोग बोलते हैं यीशु मसीह वो पक्का जी उठेगा, लेकिन वो पुनरुत्थान का दिन में जी उठेगा। അപ്പൊ ഇവരുടെ വിശ്വാസം നാം ഒന്ന് പരിശോധിക്കേണ്ടതായി വരും. तब इनकी विश्वास के अंदर थोड़ा सा फर्क हो गया। അപ്പൊ ഇവരുടെ വിശ്വാസത്തിൽ അല്പ അവിശ്വാസം കടന്നു വന്നില്ലേ? अब तब इनके विश्वास के अंदर थोड़ा सा कमी गड़ी हुआ है। ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പോയിന്റ് ഒടുക്കത്തെ പുനരുത്ഥാനം ഒരിക്കലും വരത്തില്ല. उन्होंने अगर अविश्वास की बात इनके अंदर नहीं होता तो वो कभी ये नहीं बोलता आखिरी पुनरुत्थान का दिन में लाजर जी उठेगा करके कभी नहीं बोलता। പക്ഷെ യേശു പറഞ്ഞ ഒടുക്കത്തെ പുനരുത്ഥാനത്തെ കുറിച്ചല്ല ഇപ്പോൾ ലാസർ ഉയർക്കുമെന്ന. यीशु ने बोला आखिरी पुनरुत्थान में नहीं, अभी तुम्हारा भाई लाजर जी उठेगा करके बोला। യേശു ലാസറിനെ വെച്ച അടുക്കിലേക്ക് പോയി ലാസറിന്റെ കല്ലറ തുറക്കാൻ പറഞ്ഞു. കല്ലറ തുറന്നു. ലാസറിനെ അവിടെ ഒന്നും ഉയർപ്പിക്കാൻ ഒടിയായി. यीशु मसीह कब्र के पास गया, वहां लाजर को जिला दिया। അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ വിശ്വാസം സ്ഥിരതയുള്ളതായിരിക്കണം. हम उसमें एक बात हमको बहुत खास करके ध्यान करना है, हमारी मसीह जीवन में जो विश्वास है वो बिल्कुल स्थिरता के साथ होना जरूरी है। ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കാം. आज रात को मुझसे सुनने वाला लोग हो सकता है अपना जीवन में कोई ना कोई बात के लिए आप प्रार्थना कर रहा होगा। ഒരുപക്ഷെ നാളുകളായി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും അതിന് വിടുതൽ ലഭിച്ചിട്ടില്ലായിരിക്കാം. बहुत दिन से आप प्रार्थना कर रहा होगा, लेकिन उसका उत्तर अभी तक आपको नहीं मिला होगा। പക്ഷെ ഇന്ന് രാത്രിയിൽ നിങ്ങൾ വിശ്വസിക്കുക, എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയ്ക്കും മറുപടി തരുവാൻ കർത്താവായ യേശു ക്രിസ്തു ശക്തനായ ദൈവമാണ്. आज रात को आप विश्वास कीजिए, आपकी चाहे छोटी किसी विषय हो या है बड़ी विषय हो, आपकी प्रार्थना का उत्तर देने के लिए परमेश्वर काफी है। അപ്പോൾ നാം ചെയ്യേണ്ടത്, നാം കർത്താവിൽ പൂർണ്ണമായും വിശ്വസിക്കണം. सिर्फ हमको इतना करना है, प्रभु पर हम पूर्ण रूप से विश्वास कीजिए। നാം പ്രാർത്ഥനയ്ക്ക് സ്ഥിരതയുള്ളവരായിരിക്കണം. आप प्रार्थना में धीरज रखिए। പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. 1 പത്രോസിന്റെ ലേഖനം 4-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. हम एक और वचन पढ़ेंगे, पहला पत्रोस उसका 4 अध्याय उसका 7वां वचन। सब बातों का अंत तुरंत होने वाला है, इसलिए संयमी होकर प्रार्थना के लिए सचेत रहो। आमीन। അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ പറയുന്നു എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മലരുമായിരിപ്പിൻ. हालेलुया। यहां बोलता है प्रार्थना के लिए हालेलुया सचेत रहना है और हालेलुया संयमी रहना होना है। അപ്പൊ ശ്രദ്ധിക്കണം, ഇവിടെ സകലത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. यहाँ हमको बता चेतावनी दे रहा है, हर एक बातों का अंत की ओर हम जाते रह रहा है। അപ്പൊ ദൈവത്താൽ വിളിച്ചു വാതിരിക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തിൽ അവർക്ക് പ്രാർത്ഥന ഉണ്ടായിരിക്കണം. जब अंत के समय जब हम यात्रा कर रहे तो हम पक्का हमारे अंदर ये ध्यान होना चाहिए, हम प्रार्थना करने वाला वीर योद्धा होना चाहिए। അവർക്ക് ലഭിക്കുന്ന ഏത് നന്മയിലും അവർ സംതൃപ്തരായിരിക്കണം. जो भी भलाइयां उनके जीवन में मिलते हैं उस पे वो लोग तृप्त रहना जरूरी है। തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത് ദൈവത്താൽ വിളിച്ച് വാതിരിക്കപ്പെട്ട ദൈവമക്കൾ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. तेस्सलोनियों का पत्री पे हमको 5:12 से जब हम पढ़ते हैं वहां लिखा है निरंतर प्रार्थना करने वाले लोग होना चाहिए करके बता रहा है। നാം വായിച്ച ഫിലിപ്പിയ ലേഖനം 4:4 പറയുന്നത് നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കണം. फिलिपिया लेखन पत्री में हम पढ़ते हैं हम हमेशा आनंद में रहे करके बोलता है। അപ്പം നമുക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ആനന്ദം വരണമെങ്കിൽ ദൈവവുമായി നമുക്ക് നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കണം. अगर आपकी जीवन में आनंद और प्रार्थना जीवन आशीष होना है तो आपको निरंतर एक संगति प्रभु के साथ होना जरूरी है।
നാം ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷത്തോടും ദൈവസ്നേഹത്തോടും കൂടെ ദൈവത്തിന്റെ അനുസരണത്തോടും കൂടെ നിൽക്കുമ്പോൾ പിശാച് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധത്തെ ഉലയ്ക്കുവാനായി ശ്രമിക്കും. जब हम इस तरीके से जब हम रहते हैं, शैतान को अच्छा नहीं लगता आप और परमेश्वर के बीच का जो रिश्ता, प्रभु के साथ का जो रिश्ता, उसको तोड़ने की वो हमेशा कोशिश करते रहता है. ഒരിക്കലും പിശാച് നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയല്ല. शैतान कभी परमेश्वर के लोगों से प्रेम नहीं रखता. പിശാചിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ സമാധാനം കെടുത്തുക, സഭയിൽ സമാധാനം കെടുത്തുക, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരാതിരിക്കാൻ ശ്രമിക്കുക. അതാ പിശാചിന്റെ പ്രവൃത്തി. शैतान का काम यही है कि हमारे जीवन का खुशियों को तोड़, वो तितर फितर करे, हमेशा दुख में हमारी परिवार को रखे. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രയാസങ്ങളോ വേദനകളോ കടന്നു വന്നു കഴിഞ്ഞാലും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ക്രിസ്തുവിൽ ഉള്ള സ്നേഹം വിട്ടുമാറിപ്പോകരുത്. अगर शैतान किस तरीके से भी कार्य हमारे जीवन में उलट पुलट काम करने के लिए कोशिश करे, लेकिन आप कभी भी हालेलुया प्रभु की प्रेम से हम दूर ना रहे. അപ്പോസ്തലനായ പൗലോസ് അനങ്ങുന്നുണ്ടോ? ഓക്കെ, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ കൂടെ ചോദിക്കുക, കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നത് ആരാ? प्रेरित पौलोस हमसे पूछता है कि प्रभु यीशु मसीह की जो प्रेम है, जो मुझ पर है, उससे मुझे कौन छुड़ा सकता है? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, റോമാലേഖനം 8-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുക, കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇവ ഏത് വന്നാലും ക്രിസ്തു യേശുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ കഴിയുകയില്ല. रोमियों को पत्री 8 का 35 पे इस तरीके से पढ़ते हैं, कौन हमको मसीह के प्रेम से अलग करेगा? क्या क्लेश या संकट या उपद्रव या अकाल या नंगाई या जोखिम या तलवार? आमीन. ठीक है, ओके. Praise the Lord. Praise God. Praise the Lord. Praise God. അപ്പൊ ശ്രദ്ധിക്കണമേ, വിശ്വാസികളുടെ ജീവിതത്തിലോ പാസ്റ്റർമാരുടെ ജീവിതത്തിലോ ദൈവത്താൽ വിളിച്ച് വാതിരിക്കപ്പെട്ട ആരുടെ ജീവിതത്തിലേക്ക് വന്നാലും ആ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യുവാനുള്ള ഒരു ധൈര്യം ദൈവം നമുക്ക് തരും. जीवन में हम लोग जब मसीह जीवन में जब रहते हैं, चाहे कोई भी परेशानी हमारी जीवन में आएगा, तो उस परेशानी को सामना करने का एक शक्ति, एक बल, एक सामर्थ्य प्रभु हमको देते रहता है. അപ്പം നാം ചെയ്യേണ്ട ഒരു കാര്യം, നാം ദൈവത്തെ സേവിക്കുന്ന ആ നിലവാരത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കലും അതിൽ നിന്നും അല്പം പോലും താഴേക്ക് പോകാതെ എന്നും ദൈവസ്നേഹത്തിൽ നാം നമ്മെ തന്നെ നിലനിർത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. हम लोगों को इस बात जब आते हैं तब हम टूटने न जाए. हम लोगों को इतना करना जरूरी है, हम जो प्रभु का जो प्रेम में जो बने हैं उसमें से नीचे को ना आए. हम लगातार प्रार्थना, संगति, वचन ध्यान, उपवास, इस तरीके का जो प्रभु का प्रेम में आगे बढ़ने की कोशिश करते रहे. അപ്പൊ ശ്രദ്ധിക്കണം, ഇവിടെ എഫെസ്യ ലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം മുതൽ അവിടെ ഇങ്ങനെ പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. एफेसियों का पत्री 6 अध्याय 10 में हम इस तरीके से पढ़ते हैं, निदान प्रभु में और उसकी शक्ति में बलवंत बनो. അടുത്ത പറയാ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടത് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. आगे हमको बताता है
शैतान की युक्तियों को सामना करने के लिए परमेश्वर की सारे हथियार को बांध लो। നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോക അധിപതികളോടും സ്വർഗലോക ദുഷ്ടസേനയോടും അത്രേ. यहाँ बोलता है हमारा जो मुकाबला, जो मल्ल युद्ध है, धरती का लोगों से नहीं, लहू और मांस से नहीं, परंतु प्रधानताओं से, अधिकारियों से और इस संसार के अंधकार के हकीमों से और उस दुष्टता की आत्मिक सेनाओं से जो आकाश में है। അപ്പം ശ്രദ്ധിക്കണം, ഇവിടെ പിശാച് നോക്കുന്നത് ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു ദൈവവേദലിന്റെ ജീവിതത്തെ നശിപ്പിക്കാൻ നോക്കും. शैतान हमेशा ये कोशिश करता है प्रभु के लोगों को, जीवन को कोई न कोई हानि पहुंचाए। നമുക്ക് അതിൽ കൂടെ എങ്ങനെ രക്ഷ പ്രാപിക്കാം? പ്രാർത്ഥനയിൽ കൂടെ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയൂ. उसमें से हम किस तरीके से बच सकता है? निरंतर प्रार्थना जीवन अगर आप चलाएगा तो आपको उस तरीके का जो हानि से बच पाओगे। ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ 6-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, ഡാനിയേൽ 6:10 പറയുന്നത്, ഡാനിയേൽ ദിവസവും ചെയ്തു വന്നതുപോലെ 3 നേരം ദൈവസന്നിധിയിൽ, അതായത് തന്റെ പ്രാർത്ഥനാ മുറിയിൽ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി. हम दानिയേल करके जो पुराना नियम में इस्राएल का बंदी होकर नबूकदनेस्सर राजा बाबुल में लाया था, वो बंदे के जीवन के विरुद्ध जब राजा भी विरुद्ध हुआ तो उन्होंने उसको जैसे परेशान नहीं हुआ, उसके बारे में लिखा है दानिയേൽ 6:10 में लिखा है। അപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പല സമയങ്ങളിലും പ്രാർത്ഥനയ്ക്ക് ഒരു പ്രതികൂലം വന്നെന്നിരിക്കാം. പക്ഷെ അവിടെ പ്രാർത്ഥന നിർത്തരുതും. രഹസ്യമായിട്ടാണെങ്കിലും നമ്മുടെ മുറികളിൽ കയറി കഥകടച്ചിരുന്നായാലും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന നമുക്ക് വേണം. दानिയേल के बारे में यहाँ लिखा है, दानिയേल के जीवन के विरुद्ध में इस तरीके से बात हुआ तो जब दानियल को मालूम हुआ कि उस पत्र पर हस्ताक्षर किया गया है, तब वो अपने घर में गया, जिसकी उपरोटी कोठरी की खिड़कियां यरूशलेम की ओर खुली रहती थी, और अपनी रीति के अनुसार जैसा वो दिन में 3 बार अपने परमेश्वर के सामने घुटने टेककर प्रार्थना और धन्यवाद करता था, वैसे ही तब भी करता रहा। हाँ, देखो यहाँ देखा है दानिയേल जीवन में बहुत बड़ा बुरी सामना, राजा की तरह से उनको विरुद्ध बात हुआ। तब दानिയേल पहले भी यरूशलेम की तौर खिड़की खोलकर दिन में 3 बार प्रार्थना करते थे। इतनी बड़ी राजा का विरुद्ध बात हुआ, तभी भी उन्होंने प्रार्थना बंद नहीं किया, प्रार्थना ही करते रहा। इसी जैसा हमारे जीवन में भी जब बातें होते हैं तब हमारा इधर उधर हम भागना नहीं, आप घुटना टेको प्रभु के सामने और उनसे विनती करो, पिताजी ये बात को कैसे सामना करेंगे, तब प्रभु हमको उत्तर देगा। आमीन। അപ്പൊ ശ്രദ്ധിക്കണം, പ്രാർത്ഥിച്ച ദാനിയേലിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒത്തിരി ഉണ്ടായിരുന്നു, ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രശ്നത്തിനകത്തൊന്നും ദാനിയേലിനെ തളയ്ക്കാൻ ആർക്കും കഴിഞ്ഞില്ല. കാരണം ദാനിയേൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപുരുഷനായിരുന്നു. दानिയേल का जीवन में बहुतेरे बातें सामना करना पड़ा, लेकिन दानिയേल को कोई भी बात उनको प्रभु से दूर नहीं किया। उन्होंने चाहे कितने भी बड़ी मुसीबतें उनके जीवन में आए, वो सीधा प्रभु के सामने घुटना टेकना, प्रार्थना करना, यही करते आया। എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളെ ഏത് സാഹചര്യത്തിലും നിങ്ങൾ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ, അതായത് ഇന്നും ജീവിക്കുന്ന ജീവനുള്ള ഈ യേശുവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ ഒരു പ്രശ്നത്തിനും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വിഷയങ്ങളും വന്ന് നിങ്ങളെ തകർക്കാനായിട്ട് കഴിയത്തില്ല. मैं आज प्रभु की आशीषों मैं आपसे विनती करता हूं, अगर आप प्रभु की विश्वास करते हो, यीशु मसीह को अपना उद्धार करता करके आप उनके सामने अपने आप को समर्पण किया वो व्यक्ति है, तो आपको यह धरती का कोई भी क्लेश, कोई भी हानि आपको तोड़ नहीं सकता, आपको टूट नहीं सकता। आपको सिर्फ इतना ही करना है, आप उनके सामने घुटना टेककर लगातार प्रार्थना करते रहो, देखना विजय आपका ही होगा, वो सुनिश्चित विजय होगा, यहोवा निसी होगा। പ്രാർത്ഥിച്ച ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലേക്ക് ഇടാനിടയായി.
പക്ഷെ ദൈവജനം പഠിക്കുമ്പോൾ പറയുന്നത് സിംഹത്തിന്റെ കുഴിയിൽ ദൈവത്തിന്റെ ദൂതന്മാർ ദാനിയേലിന് വേണ്ടി ഇറങ്ങി സിംഹങ്ങളുടെ വായുകളെ അടയ്ക്കുവാനിടയായി. സിംഹങ്ങളുടെ വായ് എങ്ങനെ അടച്ചത് ചോദിച്ചാൽ പ്രാർത്ഥനയിൽ കൂടി മാത്രമാണ് സംഭവിച്ചത്. हम देखे हैं दानियल बहुत प्रार्थना करने वाला व्यक्ति था। दानियल को इतना प्रार्थना करने के बाद भी उसको सिंह की गुहा में डाल दिया। वहां हम देख सकता है वहां भूखा सिंह पड़ा है, लेकिन दानियल जब गिरा उसको वो लोग खाया नहीं। कैसे सिंह की मुंह बंद हुआ? सिर्फ प्रार्थना दानियल ने किया, वो प्रार्थना के द्वारा सिंह की मुंह बंद हो गया। ദൈവമക്കളെ, മറ്റൊരു വിഷയം ശ്രദ്ധിക്കണം. പ്രസംഗിക്കുന്നവരെ എല്ലാവരും അറിയും, പക്ഷെ പ്രാർത്ഥിക്കുന്നവരെ എല്ലാവരും അറിയത്തില്ല. പക്ഷെ മറ്റൊരു വിഷയമുണ്ട്, പ്രാർത്ഥിക്കുന്ന ദൈവത്തിനെ അറിയുന്നത് ദൈവം മാത്രമാണ്. നമ്മുടെ ഓരോ വിഷയത്തെയും അറിയുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതും ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ യഥാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ ഒരു പിശാചിനും തൊടുവാനായി കഴിയത്തില്ല. आमीन। प्रार्थना करने वालों को सिर्फ स्वर्ग जानते हैं, सुसमाचार बोलने वालों को, प्रचार करने वालों को दुनिया बहुत जानता होगा। जब आपको स्वर्ग जानता है तो दुनिया की कोई ताकत, कोई दुष्ट आप लगातार प्रार्थना करने वाले को और नहीं कार्य कर सकता। ദാനിയേലിന്റെ പുസ്തകത്തിൽ തന്നെ പറയുന്നത്, പ്രാർത്ഥിക്കുന്ന എബ്രായ ബാലന്മാരെ അല്ലെങ്കിൽ എബ്രായ പുരുഷന്മാരെ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ 3 പേരെ രാജാവ് നിർത്തിയതായ ബിംബത്തെ നമസ്കരിക്കാതെ വന്നപ്പോൾ, ദൈവത്തെ മാത്രം സേവിച്ചപ്പോൾ അവരെ എരിയുന്ന തീച്ചൂളയിലേക്ക് ഇട്ടതായ അവസരത്തിൽ ആ തീച്ചൂളയ്ക്കകത്ത് ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വരുവാനിടയായി. हालेलुया। हम देखे हैं उसी दानियल का किताब में हमें 3 लड़कों के बारे में देखता है। वो लोग भी प्रभु से बहुत प्रार्थना कर रहा था। तब एक दिन प्रार्थना का सामने उनका एक परीक्षा हुआ। वो परीक्षा में यह था, राजा ने एक मूर्ति को बनाया और बोला इस मूर्ति को दंडवत करो। वो लोग बोला हम जीवित खुदा प्रभु परमेश्वर का उपासना करने वाले लोग हैं, हम कभी भी उनकी दंडवत नहीं करेगा। वो लगातार परमेश्वर की प्रार्थना करते थे, लेकिन राजा का क्रोध उन पर हुआ। उन्होंने उनको आग का जाले भट्टी में डाला। वहां जो लोग लेक फेंकने के लिए गया वो जो लोग जल गया, लेकिन ये तीनों बालक को एक बाल भी नहीं जला। उस कैसे नहीं जला? वो प्रार्थना की शक्ति इतनी महान है। आपके जीवन में चाहे आपको खत्म करने की वाली कोई भी बात भी आ जाए, अगर आप प्रार्थना करेगा तो देखना विजय आपका है, आपका सुनिश्चित है। അപ്പൊ ശ്രദ്ധിക്കണം ദൈവമക്കളെ, ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഒക്കെ പണ്ട് ഏതെങ്കിലും മൂർത്തികളെയൊക്കെ സ്നേഹിക്കുകയും നമസ്കരിക്കുകയും ചെയ്തവരായിരിക്കാം. പക്ഷെ ഒരുപക്ഷെ നിങ്ങൾ ആ വഴിയിൽ കൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ പഴയ കാലങ്ങളിൽ ദൈവത്തെ അറിയുന്നതിന് മുൻപ് അതുങ്ങളെ സേവിച്ചതുകൊണ്ട് ഒരുപക്ഷെ അങ്ങോട്ട് നമ്മുടെ ആ കൈകൾ കൈകളായി പോകുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും നേർച്ചകൾ ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ദൈവത്തിന് ഇഷ്ടമല്ല. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും നമ്മുടെ ദൈവത്തിന്റെ കൈകളിൽ മാത്രം സമർപ്പിക്കുക. നമ്മുടെ ദൈവം നമ്മളെ അതിൽ നിന്നൊക്കെയും വിടിവിക്കുവാനിടയായി തീരും. आपको कभी कभी दुनिया में परेशानी, मुश्किलें, दुनिया की अलग अलग बातें जब आते हैं, हम पुराना जमाने में अन्य देवी देवताओं को, अन्य मूर्तियों को, अन्य अलग अलग आराधना करते हुए आया हुआ लोग है। उस समय हमको इतनी हानि पहुंचने का टाइम कोई लोग हो सकता है हमको प्रेरणा देगा, उधर जाकर एक मन्नत मांगने से, उधर जाकर ऐसा करने से क्या जाएगा, कुछ तो करके देखो करके आपको प्रेरणा दे सकता है। लेकिन ऐसा ना कीजिए। अगर आप ऐसा करेगा तो ये आपको परमेश्वर की जो प्रेम से आप दूर हो रहे, शैतान उससे हो सकता है उस समय थोड़ा सा आपका हल्का होगा, उससे 2 गुना 5-10 गुना बड़ा विपत्ति आपके जीवन में डालकर आपको प्रभु से दूर कर देगा। അപ്പൊ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, എനിക്ക് വീണ്ടും നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുക. आज रात को मुझे सुनने वाला प्रभु की आशीष हो, मैं आपको इतना बोलना चाहता हूं, आप तन मन से, पूर्ण मन से प्रभु के सामने अपने आप को समर्पण कीजिए। നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ മാതാപിതാക്കൾക്കോ ആർക്കോ ഏത് വേദന വന്നാലും അതിലൊന്നും നിങ്ങൾ ഭാരപ്പെടേണ്ട.
നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ അല്ലെങ്കിൽ നിങ്ങൾ എവിടെ ആയിരിക്കുന്നു അവിടെ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിങ്ങളുടെ വിഷയങ്ങളെ ഏൽപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിശ്ചയമായും ദൈവം വിടിവിക്കുവാൻ ശക്തനാ. ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. आपके जीवन में, आपके परिवार में, आपकी जो प्रार्थना विषय कुछ भी हो, आप जो सहन नहीं पाते हो, आप प्रभु के सामने घुटना टेक के प्रार्थना करे. आपकी प्रभु आपकी हर एक विषयों से आपको छुड़ाने वाला है. आप विश्वास कीजिए. അപ്പോൾ നാം വായിച്ചു വന്നതായ കുറുവാക്യം ഇങ്ങനെയാ. ഫിലിപ്പിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം 7-ാമത്തെ വാക്യം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. हमें आज हमने ये वचन पढ़ा है, किसी भी बात की चिंता मत करो, परंतु हर एक बात में तुम्हारे निवेदन, प्रार्थना और विनती के द्वारा धन्यवाद के साथ परमेश्वर के सम्मुख अवस्थित किए जाए. तब परमेश्वर की शांति जो समझ से बिल्कुल परे है तुम्हारे हृदय और तुम्हारे विचारों को मसीह यीशु में സുരക്ഷിത് രഖേഗി. ദൈവമക്കളെ, എനിക്ക് തന്നതായ സമയം ഇവിടെ കഴിയാനിടയായി തീർന്നു. എങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മുടെ ഏത് വിഷയങ്ങളും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊടുക്കുക. ഒന്നും ആമേൻ. मेरा समय यहाँ समाप्त हो रहा है. आज मैं आपसे ये बताना चाहता हूं, आपकी जीवन में चाहे कोई भी परेशानी आ जाए, आप चिंता ना कीजिए. प्रभु के सामने विनती के साथ, प्रार्थना के साथ अपने आप को समर्पण कीजिए. हर एक सिर के ऊपर कार्य करने वाला प्रभु आपकी जीवन में अद्भुत कार्य करेगा. प्रभु सबको आशीष देने पाए. परमेश्वर की सामने आज वचन बोलने के लिए प्रभु ने मुझे अवसर दिया. मैं परमेश्वर को धन्यवाद करता हूं. हर एक लोगों के ऊपर प्रभु की दया हो, करुणा हो, अद्भुत कार्य करे. ये वचन में आप धीरज से बने रहे और प्रार्थना के साथ आगे बढ़े. प्रभु सबको आशीष देने पाए. थैंक यू पास्टर, हमारे बीच में आकर श्रेष्ठ वचनों को बांटा. प्रभु आपको आशीष दे. കർത്താവിന്റെ ദാസനെ വളരെ നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. അല്പം സിഗ്നലിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തിന്റെ കരുണ, അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുവാനിടയായി തീർന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവപാദപീഠത്തിൽ നിർത്തുന്നു. താങ്ക് യു. I
प्रार्थना करेंगे प्रभु का दास के लिए। स्वर्गीय पिता, हम धन्यवाद करते हैं पिताजी, हालेलुया। प्रिय अनिल पास्टर के लिए हम प्रार्थना, आज वजन बांधने के लिए पिताजी आपने आपके बेटे को हमारे बीच में भेजा। पिताजी दया करना दासी के लिए, बच्चों के लिए प्रार्थना, उनको देश में रहते हुए स्वर्गीय सीमा, स्वर्गीय आशीष, स्वर्गीय अभिषेक हालेलुया आपके बेटे के पास होने पाए। पिता हर तरीके का बरकत, हर तरीके का अनुग्रह आपके बेटे के जीवन में होने के लिए हम प्रार्थना करते। सेवकाई में बढ़ाइए, बच्चों के भविष्य को आपका हाथ पे देते, जीवन की हर एक जरूरत को दे दीजिए पिताजी, अद्भुत कार्य कीजिए, स्वर्गीय आशीष, स्वर्गीय बरकत दीजिए पिता। हमारे बीच में पिताजी शॉर्ट नोटिस में आने के लिए अवसर दिया, हम प्रभु को धन्यवाद करते। दया करना, महिमा आपको मिले, यीशु मसीह की पवित्र नाम मांगते हैं, आमीन।